നമസ്കാരം. മലയാള സിനിമയിലെ പ്രമുഖ നടിയെ കൊച്ചി നഗരമധ്യത്തിൽ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് 48 മണിക്കൂർ തികയാറായിട്ടും പോലീസ് പൾസറിനെ തേടി അലയുകയാണ്. ഇപ്പോൾ പിടിയിലുള്ളത് 3 പേർ. പോലീസ് ഓടുന്നത് 3 പേരെ കൂടി കുടുക്കാൻ. പൾസർ സുനി എങ്ങനെ പോലീസിന്റെ വലയിൽ വീഴും? ഈ കൊടും ക്രിമിനലിന്റെ ബന്ധം സിനിമാക്കാരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ്. ക്രിമിനലാണെന്ന തിരിച്ചറിവിൽ താരങ്ങൾ പുറത്താക്കിയെന്ന് പറയുന്നവൻ 1 ലക്ഷം രൂപ നൽകി സിനിമാ സംഘടനയിൽ അംഗമെടുത്ത് വളയം പിടിക്കാൻ യോഗ്യനായത് എങ്ങനെയാണ്? അതോ ക്രിമിനലിന് നന്നാകാൻ ഇളവ് നൽകിയതാണോ? ഉത്തരം പറയേണ്ടവർ ആലങ്കാരിക ഭാഷയുമായി സഹോദരിക്ക് പിന്തുണ എന്ന് കണ്ണീരൊഴുക്കി സമൂഹ മാധ്യമങ്ങളിൽ വിശുദ്ധരാവുകയാണ്. കൊച്ചിയിലെ ചൂടിൽ മൈക്ക് കയ്യിലെടുക്കുകയാണ്. അതും 24 മണിക്കൂർ ആലോചനയ്ക്ക് ശേഷം. താരരാജാക്കന്മാരും സംവിധായകരും നടീനടന്മാരും ഉണ്ടായിരുന്നു നടിക്ക് പിന്തുണയുമായി ഇന്ന് കൊച്ചിയിൽ ഒത്തുകൂടിയവരിൽ. കണ്ണീർ പൊഴിച്ചും പ്രതിജ്ഞയെടുത്തും പ്രതിരോധം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചും ഒരു താരസംഗമം. ഇന്നസെന്റായ ഇടപെടലാണ് ഇതെന്ന് പറയണമെങ്കിൽ ഇതേ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഈ പ്രതിരോധം കണ്ടില്ലെന്ന സംശയത്തിനും മറുപടി വേണ്ടിവരും. കൊട്ടേഷൻ എടുത്ത ഒരു കൊടും ക്രിമിനലിന്റെ മാത്രം ബുദ്ധിയിൽ ഉദിച്ചതാണോ നടിക്കെതിരായ ആക്രമണം? സ്ത്രീ സുരക്ഷ എന്ന മുദ്രാവാക്യവുമായി ഭരണത്തിലേറിയ സർക്കാരിന് പിന്തുണ നൽകേണ്ട ബാധ്യതയുള്ളതുകൊണ്ടാണല്ലോ CPM സംസ്ഥാന സെക്രട്ടറി ഒറ്റപ്പെട്ട സംഭവമാക്കി ഇതിനെ ചുരുക്കിയത്. ഒറ്റപ്പെട്ടത് എന്ന് പറയുമ്പോൾ സാധാരണ പിള്ളേരുകളി എന്നാണോ കോടിയേരി അർത്ഥമാക്കുന്നത്? അതോ ഒന്നിലേറെ ആക്രമണം വേണോ ഗുണ്ടാക്കളിക്ക് പിന്നിലെ മുഖങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ? ഉമ്മൻചാണ്ടി ചെന്നിത്തല മൂപ്പിളമ തർക്കം അന്വേഷിക്കുന്ന തിരക്കിൽ സ്ത്രീ സുരക്ഷിതയല്ലെന്ന കാനത്തിന്റെ വാക്കുകൾ കോടിയേരി കേട്ടോ ആവോ? സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഇവയാണ്. പൾസറിനെ തേടി അലയുന്ന പോലീസിന് പാരയാകുന്നത് സിനിമാക്കാരോ? സഹജീവിക്കെതിരെ കൊടിയാക്രമം നടന്നപ്പോൾ ഫേസ്ബുക്കിൽ ഹാജർ വെച്ച് സംശുദ്ധരായാൽ മതിയോ താരങ്ങൾ? നീ തനിച്ചല്ല എന്ന് പറയാൻ കൊച്ചിയിലെ ചൂടിൽ ഒത്തുകൂടിയവർ ഈ പെൺകുട്ടി സിനിമയിലെ വിലക്കിന് വഴങ്ങിയപ്പോൾ എവിടെയായിരുന്നു? കൊച്ചി സംഭവം ഒറ്റപ്പെട്ടതെന്ന് പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഒറ്റപ്പെടുത്തുന്നത് സ്ത്രീ സുരക്ഷയെയോ? സിനിമയിൽ ക്രിമിനലുകൾ കടന്നു കയറിയെന്ന് സ്വയം വിമർശനം നടത്തി രക്ഷപ്പെട്ടാൽ മതിയോ സിനിമാ സംഘടനകൾ? താരശോഭ കൊണ്ട് MP-മാരും MLA-മാരുമായവരെ കൊണ്ട് താരങ്ങൾക്ക് പോലും എന്ത് ഗുണമാണ് ഉള്ളത്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച് 6 പേരെയും തിരിച്ചറിഞ്ഞുവെന്ന് പോലീസ്. കോയമ്പത്തൂരിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പൾസർ സുനി അടക്കം മറ്റ് പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ്. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി മുങ്ങിയത് സിനിമാക്കാരിൽ ചിലരുടെ ഫോൺ വിളിയെ തുടർന്നെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന്. സുനിയുടെ സിനിമാ ബന്ധവും അന്വേഷിക്കുമെന്ന് IG. നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമെന്ന കോടിയേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ പന്ന്യൻ രവീന്ദ്രൻ. കോടിയേരി പറയും പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ല നടക്കുന്നത്. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ. നടി പ്രതിരോധത്തിന്റെ പ്രതീകമെന്ന് മമ്മൂട്ടി. പ്രതിരോധത്തിന്റെ പ്രതീകമാണ്. ക്രിമിനൽ ഗൂഢാലോചനയെന്ന് മഞ്ജു വാര്യർ. ചലച്ചിത്ര മേഖലയിൽ ക്രിമിനൽ വൽക്കരണമെന്ന് കമൽ. ഗുവാഹട്ടി എക്സ്പ്രസ് തീവണ്ടിയിൽ യുവതിക്ക് നേരെ പീഡന ശ്രമം. മേഘാലയ സ്വദേശിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് മലയാളിയെന്ന് സൂചന. തമ്പാനൂർ പോലീസ് കേസെടുത്തു. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റാൻ പോലീസ് സഹായം. DGPയുടെ നിർദ്ദേശം ബെവ്കോ MDയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ. കലാഭവൻ മണിയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു. തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെയെന്നും പോലീസ്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് മണിയുടെ സഹോദരൻ. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം ഘട്ടത്തിൽ 60%-ലധികം പോളിംഗ്. വോട്ടെടുപ്പ് നടന്നത് 12 ജില്ലകളിലെ 69 മണ്ഡലങ്ങളിൽ. മുഖ്യമന്ത്രി അഖിലേഷ് യാദവും രാജ്നാഥ് സിംഗും വോട്ട് രേഖപ്പെടുത്തി. ശിവപാൽ സിംഗിന്റെ കാറിന് നേരെ കല്ലേറ്. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയ്ക്കായി ശ്രേയസ് അയ്യരുടെ ഇരട്ട സെഞ്ചുറി. മത്സരം സമനിലയിൽ. IPL ടീമായ പൂനെ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ധോണിയെ നീക്കി. സ്റ്റീവൻ സ്മിത്ത് പുതിയ ക്യാപ്റ്റൻ. കൊച്ചിയിലെ ഗുണ്ട ആക്രമണത്തിൽ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധി G. സുരേഷ് കുമാർ, അമ്മ അംഗവും നടനുമായ ടോവിനോ തോമസ്, CPM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ, PT തോമസ് MLA, സംവിധായകൻ വിനയൻ, ഒപ്പം നടന്മാരും MLA-മാരുമായ മുകേഷ്, ഗണേഷ് കുമാർ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ഉണ്ടാവും. ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള.